പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല രാവിലെയിലേക്ക് ഒരു പുതിയ വാർത്താ ദിനം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ ദിനം നമുക്കങ്ങ് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഒരു വീക്കെൻഡ് വൈബിലേക്കൊക്കെ എത്തിയിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പലർക്കും ഓഫീസുകളിൽ പോകേണ്ടാത്ത ഒരു ദിവസമാണ്. പക്ഷേ കൂടുതൽ പേർക്കും പോകേണ്ട ദിവസവുമാണ്. അതേസമയം തന്നെ കുട്ടികൾക്ക്, പൊതുവിദ്യാലയങ്ങളിലുള്ള കുട്ടികൾക്കൊക്കെ പോകേണ്ടാത്തൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു അവധി ദിനത്തിൻ്റെ വൈബിലേക്കൊക്കെ എല്ലാവരും ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ മഴയ്ക്കും ഇന്ന് പക്ഷേ അവധിയൊന്നുമില്ല കേട്ടോ. ശക്തമായ മഴ ഇന്നും തുടരും എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന മുന്നറിയിപ്പ് എന്നുള്ളത്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒട്ടുക്ക് ശക്തമായ മഴ പെയ്യും എന്ന മുന്നറിയിപ്പാണ് ഉള്ളത്. ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടർ തുറക്കാനുള്ള ഒരു സാധ്യത അത് ഇന്നുണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഈ നദികളുടെയൊക്കെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് അധികൃതർ. അപ്പോൾ വിശദമായി ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് കടക്കാം. രാവിലെ നമ്മൾ പതിവ് പോലെ ആദ്യം നോക്കാൻ പോകുന്നത് നാട്ടിൽ നിന്നുണ്ട്. ഇപ്പോൾ ചെല്ലാനത്തും കണ്ണമാലിയിലും അങ്ങനെ തീരദേശത്താകെ ഈ കടലാക്രമണം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നമ്മളിങ്ങനെ സ്ഥിരം നൽകാറുമുള്ളതാണ്. എല്ലാ ദിവസവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിപ്പോൾ ചെല്ലാനത്തെയോ കണ്ണമാലിയിലോ മാത്രം കാര്യമല്ല. ഇപ്പോൾ തീരദേശമുള്ള എല്ലാ മേഖലയിലും ഇത്തരത്തിൽ കടലാക്രമണം അതീവ രൂക്ഷമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചെല്ലാനത്ത് ടെട്രാപോഡ് കടൽഭിത്തി പദ്ധതിയുടെ 2ാം ഘട്ടം വേഗത്തിലാക്കുമെന്ന പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയിലാണ് ഇപ്പോൾ തീരദേശത്തുള്ളവർ. 2ാം ഘട്ട പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാൻ ജൂലൈ 2-ന് മന്ത്രിതല യോഗം ചേരുന്നുണ്ട്. അതേസമയം നിലവിൽ കടലാക്രമണം രൂക്ഷമായ കണ്ണമാലിയിൽ ജിയോ ബാഗ് വേഗത്തിൽ സ്ഥാപിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഉറപ്പും നൽകി. ചെല്ലാനം തീരത്ത് 7.3 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ടെട്രാപോഡ് കടൽഭിത്തിയുടെ ആദ്യഘട്ട നിർമ്മാണം 2023 പൂർത്തിയാക്കിയിരുന്നു. 347 കോടി രൂപ ചെലവഴിച്ചായിരുന്നു ആദ്യഘട്ടം. സംസ്ഥാനത്തെ തീരസംരക്ഷണത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഭാഗമായി ടെട്രാപോഡ് കടൽഭിത്തിക്ക് പുറമെ ബസാർ, കണ്ണമാലി ഭാഗങ്ങളിൽ പുലിമുട്ടുകളുടെ നിർമ്മാണത്തിനായി 90 കോടി രൂപയുടെയും പ്രവൃത്തി പൂർത്തിയാക്കി. എന്നാൽ കടൽഭിത്തിയില്ലാത്ത മറ്റിടങ്ങളിൽ കടലാക്രമണം ഇക്കുറിയും രൂക്ഷമായി. ഇതോടെയാണ് നടപടികൾ ഊർജിതമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ചെല്ലാനം തീരം പൂർണ്ണമായും സുരക്ഷിതമാക്കുന്നതിനുള്ള 2ാം ഘട്ട പദ്ധതിക്ക് രൂപം നൽകാനാണ് യോഗം. ജലസേചന വകുപ്പിൻ്റെ 10 ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും രൂക്ഷമായ കടലാക്രമണം ചെല്ലാനമാണ്. യോഗത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, KJ മാക്സി MLA, കിഫ്ബി CEO തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അതേസമയം നിലവിൽ കടലാക്രമണം രൂക്ഷമായ കണ്ണമാലിയിൽ ജിയോ ബാഗ് വേഗത്തിൽ സ്ഥാപിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകി. കാലാവസ്ഥ പ്രതികൂലമെങ്കിലും കൂടുതൽ ജോലിക്കാരെയും യന്ത്രങ്ങളും ഉപയോഗിച്ച് പണി വേഗത്തിലാക്കുകയാണെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയാണ് പെയ്തത്. ഇടുക്കിയിൽ കനത്ത മഴയിൽ സേനാപതി, രാജകുമാരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഗ്രാമീണ റോഡ് തകർന്നു. 45-ലധികം വീട്ടുകാർ ആശ്രയിക്കുന്ന കുഴക്കൊഴിച്ചാൽ ആവണക്കുംചാൽ പാലം റോഡാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ആവണക്കുംചാൽ പാലം റോഡ് തകർന്നത്. പന്നിയാർ പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലാണ് റോഡ്. നിലവിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുവഴി കടന്നുപോകാൻ സാധിക്കുന്നത്. സ്കൂൾ ബസ്സുകൾക്കോ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾക്കോ കടന്നു പോകാനാകാത്ത സാഹചര്യമാണ് നിലവിൽ. ഇത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇടിഞ്ഞതാണ്. വാഹനങ്ങളൊന്നും പോകാൻ മേലാത്ത രീതിയിൽ ഗതാഗത യോഗ്യമല്ലാതെ ആയിരിക്കുക വഴി. സ്കൂൾ ബസ്സിനൊക്കെ ആണെങ്കിലും പോകാൻ പറ്റത്തില്ല. ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. അത്രയും അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ. 2 വീടിനും ഭീഷണിയാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ. ഓരോ ദിവസത്തെ മഴയിൽ ഒന്നൊന്നായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഇടിഞ്ഞതോടെ സമീപവാസികളായ സിബി ഇഞ്ചപ്ലാക്കൽ, ബിജു കൊച്ചുവീട്ടിൽ എന്നിവരുടെ വീടും അപകടാവസ്ഥയിലായി. റോഡ് പോയതോടെ അപ്പുറത്തേക്ക് ഒരു 10-50 വീട്ടുകാരുണ്ട്. വേറെ വഴിയില്ല. അതിൽ കറങ്ങിപ്പോണ്ട അവസ്ഥയാണ് അനാദി എന്നിട്ട്. പിന്നെ ഇതിലെ എല്ലാ സ്കൂൾ ബസ്സും എല്ലാ സ്കൂളിൻ്റെയും 5-10 സ്കൂളിൻ്റെ വണ്ടി ഓടുന്ന സ്കൂൾ ബസ്സുകൾ ആശ്രയിക്കുന്നതാണ്. ഒന്നും മാർഗമില്ലാത്ത അവസ്ഥയാണ്. അധികാരികൾ വന്നായിരുന്നു, പഞ്ചായത്ത് അധികാരികൾ വന്നായിരുന്നു. അവർ വന്നു കഴിഞ്ഞിട്ടും കണ്ടു ഇപ്പോൾ നിലവിൽ ഫണ്ടില്ല, ഒന്നും ചെയ്യാൻ മാർഗമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയേക്കണേ.
2018 പ്രളയത്തിലും ഇവിടെ റോഡിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തിരുവേഗപ്പുറ മലമ്മൽ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം. അഴുക്കുചാലുകളുടെ സ്ലാബുകൾ തുറന്ന് അടിഞ്ഞുകൂടിയ ചെളിയും മറ്റും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. വെള്ളക്കെട്ട് കാരണമുള്ള ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് ന്യൂസ് 18 വാർത്ത നൽകിയിരുന്നു. കനത്ത മഴ പെയ്താൽ പാലക്കാട് തിരുവേഗപ്പുറ മലമൽ റോഡിൽ വലിയ തോതിലാണ് വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രദേശത്തെ 70ഓളം കുടുംബങ്ങൾ പുറം ലോകത്തെത്തുന്നത് മലിനജലമടങ്ങിയ വെള്ളക്കെട്ടിലൂടെ നടന്നാണ്. ജനങ്ങളുടെ ദുരിതം വാർത്തയായതിനു പിന്നാലെ ജനപ്രതിനിധികളും അധികൃതരും നടപടിയെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് താൽക്കാലിക പരിഹാരം കണ്ടു. വാർത്ത വന്നതിന് പിന്നാലെ CPM സമരം നടത്തുകയും മുഹമ്മദ് മുഹ്സിൻ MLA സ്ഥലം സന്ദർശിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള പ്രവൃത്തികൾ നടത്തിയത്. അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഓരോന്നും പടിപടിയായി നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ഭാഗത്തപ്പോൾ ഓൾറെഡി തീർത്തു. ഇനി ഈ പറഞ്ഞ ഇവിടെ തന്നെ നേരത്തെ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം സ്ഥിരമായിട്ട് വെള്ളം നിൽക്കുന്ന 2 ഭാഗത്തും ഇതിൻ്റെ കുറച്ച് ബാക്കിൽ നമ്മൾ ഡ്രെയിനേജ് ഉണ്ടാക്കുകയും അതിൻ്റെ ബാക്കിൽ സ്ഥിരമായി റോഡ് പൊളിയുന്ന ഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഭാഗത്ത് വലിയ പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് കുറച്ചും കൂടെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം കൂടി പരിഹരിച്ച് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയും വെള്ളം നിൽക്കുന്നത് പരിഹരിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ അത് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരോട് അതിൻ്റെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിശദമായിട്ട് സ്റ്റഡി നടത്തിയിട്ടുള്ള ഫണ്ട് ആവശ്യപ്പെടാനുള്ള സംവിധാനങ്ങൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അഴുക്കുചാലുകൾ തുറന്ന് വെള്ളം ഒഴുക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചത്. കൾവേർട്ടുകൾ പൊളിച്ചുമാറ്റി വെള്ളം ഒഴുക്കിവിട്ടാണ് താൽക്കാലിക പരിഹാരം കാണുന്നത്. നിലവിലുള്ള അഴുക്കുചാലിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടർന്നു വരുന്നു. ശാശ്വത പരിഹാരം കാണുന്നതിന് സർക്കാരിലേക്ക് അധികൃതർ 40 ലക്ഷം രൂപയുടെ പ്രോജക്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിലവിലുള്ള സ്ലാബുകൾ പൂർണ്ണമായും എടുത്തുമാറ്റി കൂടുതൽ ആഴം കൂട്ടാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. അതേസമയം റോഡിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ എടുത്തുമാറ്റിയാൽ റോഡിന്റെ പല ഭാഗങ്ങളും തകരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. തിരുവല്ല നിരണത്ത് കിണറ്റിലെ വെള്ളത്തിന് രൂക്ഷ ഗന്ധമെന്ന് പരാതി. നിരണം സ്വദേശിയായ തമ്പിയുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിനാണ് ഇന്നലെ മുതൽ രൂക്ഷ ഗന്ധം അനുഭവപ്പെട്ടത്. കാരണം കണ്ടെത്താൻ വെള്ളം കൂടുതൽ പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നിരണം സ്വദേശിയായ തമ്പിയുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിന് രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങിയത്. വിവരം പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യവകുപ്പിനെയും വീട്ടുകാർ അറിയിച്ചു. തുടർന്ന് കിണറ്റിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വീട്ടിലെ കിണറിൽ വെച്ചിരിക്കുന്ന മോട്ടർ അടിച്ചപ്പോൾ അതായത് വിഷദ്രാവകത്തിൻ്റെ ഒരു സ്മെല്ല് വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ ഓടി വന്ന് എൻ്റെ ഈ വെള്ളത്തിൻ്റെ മണം ഇങ്ങനെ വന്നതെന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങി കിണറ്റിൽ ചെന്ന് നോക്കിയ സമയത്ത് വിഷദ്രാവകത്തിൻ്റെ മണമുണ്ട്. അപ്പോൾ ഞങ്ങൾ പരിസരത്തൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ യാതൊന്നും അറിയാനില്ല. മറ്റാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെന്ന് അറിയാൻ വേണ്ടി പരിസരത്ത് നോക്കിയിട്ട് ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ ഹെൽത്തിൽ ഒക്കെ ഞങ്ങൾ അറിയിച്ചു. സമീപത്തെ വീടുകളിലെ കിണറുകളിലെ വെള്ളത്തിന് രൂക്ഷഗന്ധമില്ല. വെള്ളത്തിന്റെ ദുർഗന്ധം കാരണം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ജലവിതരണ വകുപ്പിന്റെ കണക്ഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും വെള്ളം ലഭിക്കാറില്ല. കിണറ്റിലെ വെള്ളം ഉപയോഗശൂന്യമായതോടെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയായി. ഇന്നലെ രാത്രി ഒരു 9 മണി 10 മണി വരെ ഞങ്ങൾ ഈ കിണറിന്റെ ചുറ്റിനുമായിരുന്നു. ഓരോ മണിക്കൂർ കൂടുന്തോറും സ്മെല്ല് കൂടിക്കൊണ്ടേയിരിക്കുക. അതായത് കാറ്റടിച്ച് പോകുമ്പോൾ നിശബ്ദമായിട്ട് കാറ്റില്ലാത്ത അന്തരീക്ഷത്തിൽ നല്ല സ്മെല്ല്, സിറ്റ് ഔട്ടിലോട്ട് പോലും ഇരിക്കത്തക്ക രീതിയിൽ സ്മെല്ലായിരുന്നു. രാത്രി പിന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കിടക്കാൻ നേരം മുറി കിടക്കാൻ പറ്റില്ല. ഫാൻ ഇടുമ്പോഴത്തേക്ക് സ്മെല്ല് വലിച്ചകത്തോട്ട് കയറുക. കിണറിലെ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. ദേശീയപാത 66-ലെ അപകടങ്ങൾ ഏറെയും നല്ല ഡ്രൈവിംഗ് സംസ്കാരം ഇല്ലാത്തത് കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സർവീസ് റോഡ് ഒഴിവാക്കി പായുന്ന ബസ്സുകളും അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് വകുപ്പ് വ്യക്തമാക്കി. പുതിയ ദേശീയപാത 66ന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാക്കി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ട് നാളുകളായി. ഇതിനിടെ നിരവധി അപകടങ്ങളാണ് പുതിയ പാതയിലുണ്ടായത്. മരണനിരക്ക് കുറവാണെങ്കിലും പരിക്കും വാഹനങ്ങളുടെ തകർച്ചയും ധാരാളമുണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് 6 പാതയിലെ അപകടങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MK പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം റോഡുകളിൽ ഇറങ്ങിയത്. പ്രധാനമായും അപകടങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം ഹൈവേയിൽ എങ്ങനെ വാഹനം ഓടിക്കണം എന്നറിയാത്തവരാണെന്ന് MVI പ്രമോദ് ശങ്കർ പറയുന്നു. ഹൈവേയിൽ ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള എൻട്രി എക്സിറ്റ് നിയമങ്ങൾ പാലിക്കാതെയും വേഗ നിയന്ത്രണ മുന്നറിയിപ്പ് പാലിക്കാതെയും വാഹനമോടിക്കുന്നതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം. സർവീസ് റോഡ് ഒഴിവാക്കി 6 പാതയിലൂടെ കുതിക്കുന്ന ബസ് ഡ്രൈവർമാരും യാത്രക്കാരെ അപകടത്തിലാക്കുന്നു.
ഇത്തരം എൻട്രികളിലും എക്സിറ്റുകളിലും ബസ് നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് വലിയ അപകടത്തിന് ഇടയാക്കുന്നു. ബൈക്കുകൾ സ്ലോ സ്പീഡ് വാഹനമാണെന്നതും വലിയ വാഹനങ്ങൾ സ്പീഡിൽ പോകുമ്പോഴുണ്ടാകുന്ന വായുമർദ്ദത്തിൽ തെന്നിപ്പോകാൻ സാധ്യതയുള്ളതും കണക്കിലെടുത്താണ് ഇരുചക്ര വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. പഠനം ക്രിയാത്മകമാക്കാൻ കാസർഗോഡ് പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ഒരുങ്ങി. പഠനത്തോടൊപ്പം നൈപുണ്യ വികസനം കൂടി ലക്ഷ്യമിട്ടാണ് വിദ്യാലയങ്ങളിൽ ക്രിയേറ്റീവ് കോർണറുകൾ സജ്ജീകരിക്കുന്നത്. പാഠപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനും തൊഴിലിനോടുള്ള ആഭിമുഖ്യം വളർത്താനും ലക്ഷ്യമിട്ടാണ് ക്രിയേറ്റീവ് കോർണറുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക്സ്, വയറിംഗ്, പ്ലംബിംഗ്, ഫാഷൻ ഡിസൈനിംഗ്, കൃഷി, പാചകം തുടങ്ങി വിവിധ തൊഴിലുകളിൽ പരിശീലനം നൽകുന്നതാണ് ക്രിയേറ്റീവ് കോർണർ. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സഹായത്തോടെയാണ് ക്രിയേറ്റീവ് കോർണർ ഒരുക്കിയത്. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളുമായി ചേർത്ത് പ്രാഥമിക തൊഴിൽ പരിചയവും ഓരോ മേഖലയിലും അഭിരുചിക്കുള്ളവരെ കണ്ടെത്തി കൂടുതൽ പരിശീലനവും നൽകും. സ്കൂളിൽ ക്രിയേറ്റീവ് കോർണറുമായി ബന്ധപ്പെട്ട പരിശീലനം ലഭിച്ച അധ്യാപികയെ കൂടാതെ ഓരോ മേഖലയിലെയും വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുക. കാസർഗോഡ് പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ M രാജഗോപാലൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് 18 പിലിക്കോട്. കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നത് ഇടുക്കിയിലെ ഏലം കൃഷിയെ സാരമായി ബാധിച്ചു. ഉടുമ്പൻചോല ചെമ്മണ്ണാറ്റിൽ ഏക്കർ കണക്കിന് ഏലം കൃഷിയാണ് നശിച്ചത്. കൃഷി വ്യാപകമായി നശിക്കുമ്പോഴും സ്പൈസസ് ബോർഡ് ഇടപെടുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. ഇത്തവണ മോൺസൂണിനൊപ്പം അതിശക്തമായ കാറ്റാണ് ഇടുക്കിയിലെ മലയോര മേഖലയിൽ അനുഭവപ്പെടുന്നത്. ശക്തമായ കാറ്റിൽ ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലച്ചെടികൾ നശിച്ചു. മികച്ച രീതിയിൽ വിളവ് ലഭിച്ചിരുന്ന ഏലച്ചെടികൾ നശിച്ചതോടെ കടബാധ്യതയിലേക്ക് കർഷകർ കൂപ്പുകുത്തി. കാലവർഷത്തിൽ വ്യാപകമായ നാശം ഏലം മേഖലയ്ക്കുണ്ടായിട്ടും സ്പൈസ് ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ₹1 പോലും ഏലം കർഷകർക്ക് ധനസഹായമായി ലഭിക്കുന്നില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. ഇതിന് ഒരു സഹായവും ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമില്ല, സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുമില്ല, ഒരിടത്തുനിന്നുമില്ല. ഇത് പോയത് ഇനി അതൊന്ന് റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി പൈസ മുടക്കാവും. അതിനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏലം മേഖലയെ സഹായിക്കുന്നതിന് അടിയന്തര നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നും ഇല്ലാത്തപക്ഷം ശക്തമായ സമരം ചെയ്യുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ഇത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നഷ്ടപരിഹാരം ഇത് വന്നു കണ്ട് നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഏലം മേഖലയിൽ നിലവിലുണ്ടായിരുന്ന നാശനഷ്ടം പ്രത്യേകമായി വിലയിരുത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വർദ്ധിച്ചു വരുന്ന ലഹരി വിൽപ്പന തടയാൻ കോലുമിഠായി പദ്ധതി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ മിഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തൃക്കാക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുന്നിൽ സ്ഥാപിക്കുന്ന കടകളിൽ വിദ്യാർത്ഥികൾക്കാവശ്യമായ നോട്ട്ബുക്കുകൾ, പേന ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും ലഭിക്കും. കൂടാതെ ചായ, സ്നാക്സ് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടാകും. ക്ലാസ് സമയത്ത് സാധനങ്ങൾ വാങ്ങുന്നതിന് കുട്ടികൾ പുറത്തു പോകാതിരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തേവയ്ക്കൽ തൃക്കാക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. നമ്മളൊരു അമ്മമാരുടെ സംരക്ഷണ കവചമായിട്ടാണ് നമ്മൾ ഈ കോലുമിഠായി എന്നൊരു സങ്കല്പം നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് ഇവിടെ നല്ല പ്രതികരണം. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതൊന്ന് ട്രയൽ റൺ പോലെ തുടങ്ങിയപ്പോൾ നല്ല ഇവിടെ കച്ചവടമെന്ന് മാത്രമല്ല, കുട്ടികളെല്ലാം ആരും പുറത്തു പോകാതെ മുഴുവൻ കുട്ടികൾ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നു. അവരുടെ ഇപ്പോൾ നോട്ട്ബുക്കുകളും അവർക്ക് പേപ്പറും പേനയും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വാങ്ങുന്നുണ്ട്. സ്കൂൾ കിയോസ്കുകളുടെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീ അംഗങ്ങൾക്കാണ്. ആദ്യഘട്ടമായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള 5 സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുക. വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസുകൾ കൃത്യമായി നൽകുന്നുണ്ടെന്ന്
സ്കൂൾ ഹെഡ്മാസ്റ്റർ മനോജ് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചേഴ്സ് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, എങ്ങനെയാണ്. കുട്ടികൾ ആബ്സെൻ്റ് ആയാൽ തന്നെ അവർ രക്ഷാകർത്താവിനെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കാവുന്ന ഒരു പദ്ധതി തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ അന്വേഷണത്തിലൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങൾ ഈ സ്കൂളുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ കടകളിലൊക്കെ ഈ മിഠായികളുടെ രൂപത്തിലൊക്കെയാണ് ലഹരി വസ്തുക്കൾ എത്തിച്ച് അത് കുട്ടികളിലേക്ക് എത്തിച്ച് അവരിൽ അത് ഒരു ശീലമാക്കി മാറ്റുന്നതും പതിയെ പതിയെ അവരെ ലഹരിക്ക് അടിമയാക്കി മാറ്റുന്നതുമൊക്കെ. അപ്പോൾ കുട്ടികൾ ഈ അനാവശ്യമായി പുറത്തേക്കിറങ്ങി സമീപത്തെ കടകളിലേക്കൊക്കെ പോകുകയും അവിടെ നിന്നുള്ള സാധനങ്ങൾ വാങ്ങുകയും അവിടെ വരുന്ന ആളുകളെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിലും ഒക്കെ ഒരുപാട് നല്ലതാണ്. സ്കൂളിൽ തന്നെ അവർക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ ലഭ്യമാകുന്ന ഒരു കട ഇതുപോലെ ഉണ്ടെങ്കിൽ എന്നുള്ളത്. കൊല്ലം തെന്മലയിൽ കാട്ടാന ഭീതി. ചെറുകടവിലാണ് കാട്ടാന നാശം വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനകളെ പേടിച്ച് ഉറക്കമില്ലാതെ കഴിയുകയാണ് തെന്മല ചെറുകടവ് നിവാസികൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടെ ആനകളെത്തും. ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ ജനവാസ മേഖലയിൽ തുടരും. ഇതോടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനം. കഴിഞ്ഞ ദിവസവും ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മരച്ചീനി, വാഴയുൾപ്പെടെയുള്ള കാർഷിക വിളകൾ പൂർണ്ണമായി ഇല്ലാതാക്കി. ഞങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ 10-60 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ്. അന്നില്ലാത്ത ആനശല്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ കിടങ്ങെടുത്തതിൽ പിന്നെയാണ് ഇത്രയും കൂടുതൽ ആനശല്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആനയെ കിടങ്ങിനകത്താക്കി എടുക്കുകയും ചില ഭാഗങ്ങൾ കിടങ്ങിൽ കൂടി തന്നെ ആന കയറി ഇറങ്ങുകയും ചെയ്യുകയാണ്. യാതൊരു പ്രയോജനമില്ലാതെ സർക്കാരിന് പൈസ മുടക്കിയെന്നല്ലാതെ ഒരു പ്രയോജനവും ഇവിടെ ഉണ്ടായിട്ടില്ല. ചെറുകടവ് കാനാത്ത് വീട്ടിൽ മത്തായിയുടെ കൃഷിയിടത്തിലാണ് ആന വ്യാപകമായ നാശം വിതച്ചത്. ആനയെ വിരട്ടിയോടിക്കാൻ ശ്രമിച്ച മത്തായിയുടെ ബന്ധു ജോമോന് നേരെ ആന പാഞ്ഞെടുക്കുകയും സമീപത്തുള്ള കെട്ടിടത്തിന്റെ ടെറസിൽ കയറി ജോമോൻ രക്ഷപ്പെടുകയുമായിരുന്നു. വലിപ്പം കുറഞ്ഞ കിടങ്ങുകൾ കടന്ന് ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതാണ് പ്രതിസന്ധി. ഭയങ്കര ശല്യം, ജീവിക്കാൻ പറ്റാത്തൊരു നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫെൻസിങ് കൊണ്ട് ഇപ്പം നമുക്ക് ട്രെഞ്ച് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. പിന്നെ ഉള്ളത് സോളാർ ഫെൻസിങ് ആയിരുന്നു. സോളാർ ഫെൻസിങ് ഇപ്പം ഈ ട്രെഞ്ച് വന്നതിന് ശേഷം അത് വർക്കിംഗ് കണ്ടീഷൻ അല്ല. ബാറ്ററി വർക്കിംഗ് ഇല്ല, സോളാർ പാനൽ വർക്കിംഗ് അല്ല. അങ്ങനൊരു ജീവിതം ഗതികിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. ആനകൾ അക്രമകാരികളെന്നും നാട്ടുകാർ പറയുന്നു. നേരത്തെ കറവൂർ SFCKയുടെ റബ്ബർ തോട്ടത്തിലെ വാച്ചറെ ആന കുത്തിയിരുന്നു. ആനയെ വനത്തിലേക്ക് തുരത്തണമെന്ന് വനംവകുപ്പിനോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് പരാതി. ന്യൂസ് 18 പുനലൂർ. കൊല്ലത്തിന്റെ മലയോര മേഖലയിൽ വന്യമൃഗശല്യം ഇത്തരത്തിൽ കൂടുമ്പോഴും വനംവകുപ്പ് നിഷ്ക്രിയമെന്നാണ് പരാതി. ആക്രമണത്തിൽ മരണങ്ങൾ സംഭവിക്കുമ്പോഴും വനംവകുപ്പ് ലഘൂകരിച്ച് കാണുന്നതായാണ് ആക്ഷേപം. വന്യജീവി ശല്യത്തിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് KTUC പ്രവർത്തകർ. കാട്ടാനയും കാട്ടുപോത്തും കുരങ്ങും കടുവയുമെല്ലാം ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ എത്താൻ തുടങ്ങിയിട്ട് നാളേറെയായി. കുളത്തൂപ്പുഴ പരിധിയിൽ 90 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സോളാർ വേലികൾ തകർന്നു. ഇതോടെ വന്യജീവികൾ കൂട്ടത്തോടെ എത്തും. ഫെൻസിംഗ് സംരക്ഷിക്കുക, അപകടകരമായ സ്ഥലങ്ങളിൽ ഫെൻസിംഗുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യമുന്നയിച്ച് KTUC വനംവകുപ്പിന് നിവേദനം നൽകി. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഒരാളെ ഒരു വാച്ചറെ തന്നെ ആന ചവിട്ടിക്കുന്ന കേസ്, അത് കഴിഞ്ഞ് പോത്തിൻ്റെ ആക്രമണം, അനവധി വാഹനങ്ങൾ പോത്തിടിച്ച് തകർത്തു. കടുവായുടെ സാന്നിധ്യം വന്നു, പക്ഷേ കടുവയുടെ ബോഡി മരണപ്പെട്ടതിനെ കിട്ടി. വീണ്ടും കടുവയുടെ സാന്നിധ്യമാണ്. ഇതിനൊക്കെ നമ്മൾ പരിഹാരം കാണാൻ പറയുമ്പോഴെല്ലാം അവർ പറഞ്ഞ് ഓരോ വാഗ്ദാനങ്ങൾ തന്നു വിടുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ചില പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഞങ്ങൾ ചില നിവേദനങ്ങൾ ഈ സാറിൻ്റെ DFO അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള 7 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് സ്ഥാപിക്കാൻ തുക അനുവദിച്ചെങ്കിലും ടെൻഡർ നടപടിയായിട്ടില്ല. ടൗണിനോട് ചേർന്നുള്ള ഗവൺമെന്റ് ആശുപത്രി, കൃഷി ഓഫീസ്, അംഗനവാടി എന്നിവിടങ്ങളിൽ സ്ഥിരമായി കാട്ടുപോത്തിന്റെയും ആനയുടെയും സാന്നിധ്യമുണ്ട്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ് KTUC പ്രവർത്തകർ. ന്യൂസ് 18 പുനലൂർ. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതി പരിശോധിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് വധഭീഷണി. ആലപ്പുഴ അരൂരിലാണ് സംഭവം. മുൻ പഞ്ചായത്ത് അംഗമടക്കം 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മനസ്സിലായോ നിനക്കത്? എടാ 2 വർഷമൊക്കെ ഞങ്ങളൊക്കെ ഇടാൻ മാത്രം നീ ആയ നീ നിന്റെ വീട്ടിലേക്ക് വരും. ഞങ്ങള്
അരൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിലാണ് സംഭവം. കക്കൂസ് മാലിന്യമടക്കം ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിടുന്ന നാട്ടുകാരുടെ പരാതി പരിശോധിക്കാനാണ് ആരോഗ്യവകുപ്പ് സംഘമെത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പഞ്ചായത്ത് സെക്രട്ടറിയും അടങ്ങിയ സംഘത്തെ ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു. പിന്നീട് തെറിവിളിയും ഭീഷണിയും, ഒരു ഘട്ടത്തിൽ വധഭീഷണി വരെ എതിർപ്പുമായി വന്നവർ മുഴക്കി. മനസ്സിലായോ? 2 വർഷമൊക്കെ ഞങ്ങളൊക്കെ ഇടാൻ മാത്രം നീ ആയ നീ നിന്റെ വീട്ടിലേക്ക് വരും ഞങ്ങള്. നീ ചിരിക്കേണ്ട അനധികൃതമായി സ്ഥാപിച്ച പൈപ്പിലൂടെ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നു എന്നതായിരുന്നു നാട്ടുകാരുടെ പരാതി. അതേസമയം പഞ്ചായത്തിന് പരാതി നൽകിയത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു അക്രമകാരികളുടെ ആവശ്യം. വധഭീഷണി മുഴക്കിയ മുൻ പഞ്ചായത്ത് അംഗം CA പ്രദീപ്, ജസ്റ്റിൻ സേവ്യർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. അരൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി. മാലിന്യ പ്രശ്നത്തിൽ പരാതി നൽകിയ അന്ധനായ യുവാവിനെയും അസഭ്യം പറഞ്ഞതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികളായ 2 പേരും ഒളിവിലാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഇപ്പോൾ നമ്മളൊരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്നത്തെ ദിവസം കൂടുതലൊന്ന് പോസിറ്റീവാക്കാൻ നല്ല വാക്കുകൂടി കേൾക്കാം. അതിനുശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം.